ഇവര് ചിലപ്പോ ഇവരുടെ റിസർച്ച്, ഇവരുടെ മേ ബി ഇവര് MBA എടുക്കുന്നുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ ഇതെല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ഇവരുടെ സമയവും സമ്പത്തും കഴിവുകളും ഇവര് ചെലവഴിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ കേസുകൾ വരാറുണ്ട്. അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഇവരുടെ കഴിവുകളെ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് അഫർമേഷൻസ് ഒക്കെ കൊടുക്കും. ഡെയിലി രാവിലെ 5 മിനിറ്റ് ഞാൻ വർത്തയാണ്. എനിക്ക് അത്യാവശ്യം കഴിവുണ്ട്. ഞാൻ കഴിവുള്ള ആള് തന്നെയാണ്. ഞാൻ എന്റെ പോലെ തന്നെ നിന്നാൽ മറ്റേ ആൾക്കും 2 പേർക്കും ഒരുപോലെ കഴിഞ്ഞു പോവാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലെത്തുമ്പോഴാണ് ഇവർക്കൊരാശ്വാസം കിട്ടുന്നത്. അതല്ലെങ്കിൽ ഇവർ കംപ്ലീറ്റ് ഡിപ്രഷനിലോട്ട് പോവും. കാരണം ഇവർക്ക് രണ്ടും കാരണം ഇവരുടെ ജീവിതവും കയ്യിന്ന് പോയി. അതേപോലെ തന്നെ മറ്റേയാളെ ക മറ്റേയാള് റിലേഷൻഷിപ്പിന്ന് പോവോന്നുള്ള പേടിയും എല്ലാം കൂടിയായിട്ട് ഒരു വല്ലാത്തൊരു മെന്റൽ സിറ്റുവേഷനിലാണ് ഇങ്ങനത്തെ ആളുകളുണ്ടാവുക. അവർക്കൊന്ന് റീപ്രോഗ്രാം ചെയ്ത് വരാൻ സമയമെടുക്കുമെങ്കിലും മെയിനായിട്ട് ഇവർക്ക് അഫർമേഷൻസ് ആണ് കൊടുക്കാറുള്ളത്. ഐ ആം ഇനഫ് ജസ്റ്റ് ആസ് ഐ ആം എന്നൊക്കെയുള്ള അഫർമേഷൻസ് ഡെയിലി മോർണിംഗ് കൊടുക്കുക. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക.